അതായത് ഈ ഒരു ധാരണ പെശകുണ്ട്. അതായത് മരണത്തിന് പുല വന്നാൽ വിളക്ക് കത്തിക്കാൻ പാടില്ല. അങ്ങനെ സത്യത്തിൽ അതൊരു തെറ്റായ ധാരണയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ശവശരീരത്തിൻ്റെ തലഭാഗത്ത് നിലവിളക്ക് കത്തിച്ചു അല്ലേ? പക്ഷേ ബാക്കിയുള്ള 11 ദിവസം നിലവിളക്ക് കത്തിക്കില്ല. എന്ത് വിരോധാഭാസമാണല്ലേ? പക്ഷേ ആ 11 ദിവസവും പണ്ടക്കാലത്ത് വിളക്ക് വെക്കുകയും ആ ശവശരീരത്തിൻ്റെ അടുത്ത് നിന്ന് രാമായണം ജപിക്കുകയും ചെയ്യും അല്ലേ? അത് 11 ദിവസവും പുല വീടുന്നത് വരെയും ചെയ്യണമെന്നാ, നാമം ജപിക്കണമെന്നാ. ആരാ ചെയ്യണേ? ആ 11 ദിവസവും വിളക്ക് വെക്കില്ല, ഭഗവാൻ ഇരുട്ടത്തിരിക്കും. ക്ഷേത്രത്തിനാണ് അശുദ്ധി. ഇത് അകത്തുള്ള പരദേവത പുറത്തുള്ള കക്കൂസ് അകത്തുമായി എന്നാണ് പറയുക. പണ്ട് മച്ചിലായിരുന്നു ഭഗവതി ഉണ്ടായിരുന്നു, നമ്മുടെ അകത്ത, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് സങ്കല്പവും അല്ലേ? അത് പുറത്തേക്ക് പോയി. ആ പുറത്തേക്ക് പോയപ്പോൾ എന്തുണ്ടായി? പണ്ട് ഭാഗവതത്തിൽ കൃഷ്ണനെ രുക്മിണിയെ വിവാഹം കഴിക്കാനായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നാണ് പറയുന്നത്. ആ ക്ഷേത്രസങ്കല്പം എന്താണ് എന്ന് ധാരണയില്ല. എന്നാലും നമ്മുടെ മനസ്സിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണോ ഈശ്വരൻ പുറത്തേക്ക് മാറിയത്, അന്നാണ് ഇവിടെ ക്ഷേത്രങ്ങളുണ്ടായത്. അല്ലാതെ ഇതിലൊക്കെ നമ്മുടെ അകത്താണ് ഉണ്ടായിരുന്നത്. ആദ്യം എന്നെ പൂജിക്കണമെന്നാ. പിന്നീടാണ് അതൊരു വേറൊരു രീതിയിൽ ഈശ്വരൻ എവിടെയോ ഇരിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് ധാരണപ്പെശകിലാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായത്, അശുദ്ധാശുദ്ധങ്ങളുണ്ടായത്. അതൊന്നുമില്ല. ഒരു തലം കഴിഞ്ഞാൽ ശുദ്ധാശുദ്ധങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഇല്ലാതെയാവും. ഇതൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രകൃതി സാങ്കല്പികമായിട്ടെങ്കിലും പ്രകൃതി മെൻസസ്സാവുന്നുണ്ട്. പുഴ മെൻസസ്സാവുന്നുണ്ട്, ഇവിടെ പ്ലാവ് മെൻസസ്സാവുന്നുണ്ട്, അല്ലെങ്കിൽ തെങ്ങ് മെൻസസ്സാവുന്നുണ്ട്. സാങ്കല്പികമായിട്ടെങ്കിലും മെൻസസ്സാവുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ തേങ്ങ ഉണ്ടാകുന്നത്, അതിൽ പ്ലാവിൽ ചക്ക ഉണ്ടാകുന്നത്. അല്ലാതെ എങ്ങനെയാണ് ഫലം ഉണ്ടാവുക? ഒരു സ്ത്രീ മെൻസസ്സായി കഴിഞ്ഞാലാണ് എന്താവുക? അമ്മയാവുക. അല്ലെങ്കിൽ അമ്മയാവാനുള്ള ഒരു ശരീരം തയ്യാറെടുക്കുന്നു എന്ന് നമ്മുടെ ശരീരം പറയുന്നതിൻ്റെ. അതേപോലെ തന്നെയല്ലേ പ്രകൃതി. നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് പ്രകൃതി തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ ഇവിടെ കാറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. മഴ, വെയിൽ ഇല്ല. നമ്മളെ കൊണ്ടെല്ലാം നിയന്ത്രിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് പുറത്തുള്ള സംവിധാനങ്ങളാണതെല്ലാം. അപ്പോൾ പിന്നെ ഇവിടെ പ്രകൃതി, നേരത്തെ പറഞ്ഞ പ്രകൃതി മെൻസസ്സാവുന്നുണ്ട്. പിന്നെ പരദേവത എന്ന് പറയുന്നൊരു സങ്കല്പം. ഈ പരദേവത ഇല്ലാതെ ഒരു സാധകനും അല്ലെങ്കിൽ ഒരു ആൾക്കും, ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ പരദേവതയുടെ പ്രസക്തി തന്നെ ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു കാർന്നോര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തലമൂത്ത കാർന്നോര്. പണ്ട് മരുന്ന് കഴിക്കാനുള്ള അവകാശമൊന്നും സാധാരണക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോത്തിഗിരി എന്നാണ് പറയുക. അപ്പോത്തിഗിരി ഗുളിക പരുവത്തിൽ മരുന്നാക്കി വായിലെറിഞ്ഞു കൊടുക്കുന്ന. അപ്പോൾ എന്തുണ്ടായി? മരണങ്ങൾ കൂടി. പക്ഷേ ഈ സാധാരണക്കാർ ജോലി അധികം ചെയ്യുന്ന കാരണം ആരോഗ്യത്തിന് ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും സന്താനങ്ങളെ കാക്കണമെന്ന് കരുതി വീട് വിട്ടു പോവുകയും ദേശങ്ങൾ സഞ്ചരിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു ഉപാസകനായിട്ട് മാറിയിട്ടുണ്ടാവുന്ന, ഏതെങ്കിലും ഒരു സ്വാമിയോ സന്യാസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെളിപാടോ ഉണ്ടായിട്ട് മാറിയുന്ന. അങ്ങനെ ഭഗവതിയെ അല്ലെങ്കിൽ പരദേവതയെ, ഭഗവതി ആയിരിക്കും മിക്കവാറും സാധാരണക്കാരുടെ ദേവത, ഭഗവതിയെ കാളിയെ ഉപാസിക്കുകയും ഉപാസിച്ച് ഒരു കല്ലെടുത്ത് വയ്ക്കുകയും ചെയ്യും. എന്നിട്ട് എന്ത് പറയും? കാലാകാലത്തോളം ഞാനും എൻ്റെ സന്താനങ്ങളും നിനക്ക് ക്രിയകൾ ഞങ്ങളെ കൊണ്ടാവുന്ന ക്രിയ തന്നെ. എന്നിട്ട് എന്താണെന്ന് ഇരിക്കണേന്നറിയോ? അവൻ പാടത്ത് പണിയെടുത്ത നെല്ല് തരിപ്പണാക്കും, പൊടിച്ച് പുറത്ത് തരിപ്പണാക്കും. ചെത്തിയിറക്കിയ കള്ളുണ്ടാവും, തോട്ടിൽ നിന്ന് പിടിച്ച മീനുണ്ടാവും. അത് വാതി കൊടുത്ത് കഴിച്ചോട്ടാന്ന് പറയും. അതവനും കഴിക്കും. അപ്പോൾ നമ്മൾ നേരെ ഭഗവത്ഗീതയിലേക്ക് അല്ലെങ്കിൽ ഭാഗവതത്തിലേക്ക് പോകണം. നിൻ്റെ കയ്യിലുള്ളത് എന്താണോ അത് ദേവനും, ദേവൻ്റെ കയ്യിലുള്ളത് എന്താണോ അത് നിനക്കും. പരസ്പരം കൊടുത്ത് സന്തോഷവാന്മാരായി ജീവിക്കുക. അപ്പോൾ അതേ സിസ്റ്റത്തിനും കൂടി കുറഞ്ഞ് താഴത്തേക്ക് പോകുന്നു. അവൻ്റെ കയ്യിലുള്ളത് എന്താണോ അതാണ് നീതിച്ചിരുന്നത്. പിന്നീടത് അയ്യോ അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, അതൊക്കെ ഒരു മോശമായിട്ട് തുടങ്ങി കഴിയുമ്പോൾ എന്തുണ്ടായി? ഹിന്ദു അധപതിച്ചു പോയി. ഇതുണ്ടായി. അപ്പോൾ പരദേവതയെ മുറുകി പിടിക്കുക. പരദേവതയില്ലാതെ ഭൂലോക വൈകുണ്ഠനാഥനായ കൃഷ്ണന് പോലും ഗുരുവായൂരപ്പന് പോലും നമ്മളെ സഹായിക്കാൻ പറ്റില്ല.
ഇത്രയും പരദേവതയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ പരദേവതാ സങ്കല്പം ഒരു കുടുംബത്തിനും ഒരു പരദേവതയുണ്ട്. അപ്പോൾ ഈ പരദേവത എവിടെയാണ് മൂലസ്ഥാനം എന്ന് ഇന്ന് പലർക്കും അറിയില്ല. അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയുണ്ട്. എൻ്റെ ഗുരുനാഥൻ്റെ അഭിപ്രായത്തിൽ പരദേവത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പരദേവത, എൻ്റെ ഗുരുനാഥൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ പരദേവത എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതിയാണ്, ആദ്യത്തെ കാവ്. അവിടെ നിന്നാണ് പിന്നീട് കാവുകൾ ഉണ്ടായത്. അപ്പോൾ കേരളത്തിൻ്റെ പരദേവത അതാണെങ്കിൽ ഭാരതത്തിൻ്റെ പരദേവത ആരായിരിക്കും? ബദ്രിനാഥ. അപ്പോൾ അതിലേക്ക് പോണില്ല. കേരളത്തിൻ്റെ പരദേവതയാണ് ഭഗവതിയാണ്, കാളിയാണ്, അടിസ്ഥാനം കാളിയാണ്. കേരളം തന്നെ കാവാ. അതുകൊണ്ടാണല്ലോ കാവിലെന്താ ഉണ്ടാവുക? ഒരു ജലാശയം ഉണ്ടാവും, പക്ഷിമൃഗാദികളുണ്ടാവും. ഇതെല്ലാം സമ്പൂർണ്ണമായിട്ടുള്ളത് എവിടെയാണ്? കേരളത്തിലാണ്. കേരളം തന്നെ ഒരു കാവ. പണ്ട് പരശുരാമൻ മഴ കൊണ്ട് വെട്ടിത്തെളിച്ചപ്പോൾ ഈ ദേശം മഴ കൊണ്ട് വെട്ടിത്തെളിച്ച് വാസയോഗ്യമായി. ഇത് എക്കൽ നിറഞ്ഞ മണ്ണാണ്. എക്കൽ നിറഞ്ഞ മണ്ണിൽ അമ്മയെ കൊന്ന പാപം തീർക്കാൻ വേണ്ടിയിട്ട് ആ കേരളം ഉണ്ടാക്കിയതും അല്ലെങ്കിൽ സൃഷ്ടിച്ചതും നമ്മൾ മഴ എറിഞ്ഞു വീഴിച്ചു എന്നൊക്കെ പറയുന്നത് ആ ഒരു ഐതിഹ്യത്തിലേക്ക് പോകുമ്പോൾ അമ്മയെ കൊന്ന പാപം തീർക്കാൻ വേണ്ടി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഭൂമി ദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഭൂമി ഉണ്ടാവണം. അങ്ങനെയാണ് ദേശത്തിലേക്ക് സഞ്ചരിച്ച് ഇതൊരു ഭൂമിയാണെന്നും അതുകൊണ്ട് മഴ എറിഞ്ഞോ അല്ലെങ്കിൽ മഴ വെട്ടിത്തെളിച്ചോ, മഴ കൊണ്ട് വെട്ടിത്തെളിച്ചോ, പരശുരാമൻ്റെ പരശു എന്ന് പറഞ്ഞാൽ മഴ തന്നെയാണ്, മഴ കൊണ്ട് വെട്ടിത്തെളിച്ച് ഇതൊരു പുതിയൊരു ഭൂമിയാക്കി എടുക്കുകയും. അപ്പോൾ ഇവിടെ വാസയോഗ്യമല്ല, കാരണം ഒരുപാട് പാമ്പുകളും സർപ്പങ്ങളും അല്ല പാമ്പുകളൊക്കെയുള്ള ജീവജാലങ്ങളൊക്കെ നിറഞ്ഞ് എക്കൽ നിറഞ്ഞൊരു മണ്ണാണ്. അപ്പോൾ അത് വാസയോഗ്യമാക്കാൻ വേണ്ടി കുറച്ച് പേരെ അദ്ദേഹം ഉപനയനം കഴിപ്പിച്ചു. ഇവിടെ 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും സ്ഥാപിച്ചു. ഈ ഭൂമിയെ ഭാരതം എന്ന് പറയുന്ന പുണ്യഭൂമിയിലേക്ക് ചേർക്കാൻ വേണ്ടി 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും സ്ഥാപിച്ച് ന്യസിക്കുക ചെയ്ത് ഇതിനെ വളരെ പ്യൂറാക്കാൻ വേണ്ടിയിട്ട് 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും സ്ഥാപിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഭാരതത്തിൻ്റെ ഭാഗമാക്കി. എന്നിട്ട് ഇവിടെ വാസയോഗ്യമാക്കി. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? ഇവിടെ പക്ഷിമൃഗാദികളും ഇഴജന്തുക്കളും ധാരാളമായിട്ടുണ്ട്. ഇവരുടെ ഇടവഴിക്ക് ജീവിക്കുക. അതെന്തായി? സർപ്പക്കാവായി. പണ്ട് കാവ് കണ്ടുവരുന്നു. അതായത് ഇനിയും വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു കാവിൽ ഒരു ജലാശയം ഉണ്ടാവും. ജലാശയത്തിൽ മത്സ്യം ഉണ്ടാവും. മത്സ്യത്തെ പിടിക്കാൻ കൊക്കുണ്ടാവും, കൊക്കിനെ പിടിക്കാൻ പാമ്പുണ്ടാവും, പാമ്പിനെ പിടിക്കാൻ പരുന്നുണ്ടാവും. ഒരു ആവാസ വ്യവസ്ഥയുണ്ടായിരുന്നു. അതാണ് കാവ് എന്ന് പറയുന്നത്. അതിനെന്തുണ്ടായി? ലോകം സംഭവിച്ചു. കേരളത്തിൽ നിന്ന് നമുക്ക് പുഴകൾ പറ്റി സകല സാധനങ്ങൾക്കും നാശം സംഭവിച്ചു. ഇതുണ്ടാവും. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.